بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെസൺ 13 പാർട്ട് സി, മൂന്നാമത്തെ പാർട്ടാണ്. ഒത്തിരി ഒന്നുമില്ല, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു പാർട്ടിൽ. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ പാർട്ട് എയിൽ ഒരു എക്സസൈസിൽ ഈ എക്സസൈസ്, അഞ്ചാമത്തെ എക്സസൈസിലെ ഞാൻ എട്ടാമത്തെ സെന്റൻസിൽ ഞാൻ അമാമി എന്നുള്ളത് അനലൈസ് ചെയ്തപ്പോൾ അമ ഉ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞു പോയതാണ്, അവൻ അങ്ങനെ വന്നു പോയതാണ്. നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നും കൂടെ പറയാണ്, അമാമു ആണത്. അമാമു പ്ലസ് യാമുത്തക്കല്യം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഹംസ, മീമിന് പകരം ഹംസയായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, അൽഹംദുലില്ലാ. പാർട്ട് സിയിലേക്ക് പോവാണ്. ഈ ഒരു ലെസണേ ഉള്ളൂ ഇത്രയും വലുത് കേട്ടോ. ഇനി വരുന്നതൊക്കെ ചെറിയ ലെസൺസ് ആണ്. ഈവൻ വാക്കുകളാണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ, ഒരു പേജിൽ കൂടുതലൊന്നും ഇല്ല. ഈ ഒരു ലെസണിനാണ് ഏറ്റവും കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതും. അടുത്ത് ഇനി വരുന്നതിനൊക്കെ ഇനി ഞാൻ വൊക്കാബുലറി 14ാമത്തെ ഷെയർ ചെയ്യാം. അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പഠിക്കാൻ വലിയ പാടില്ല ഇനി വരുന്ന ലെസൺസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വാക്കുകൾ കൊണ്ടാണെങ്കിലും കോൺസെപ്റ്റ് വൈസ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്നതാണ് ബാക്കിയുള്ള പാഠങ്ങൾ കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഹഉലാഇ ഇഖ്വതി വഉലായിക അസ്ദിഖാഇ. രണ്ട് ജുംല ഇസ്മിയ. ഹഉലാഇ മുബ്തദ, ഇഖ്വതി എന്താണ്? ഇഖ്വതു ഖബർ ومضاف يا متكلم مضاف إليه. وحرف العطف أولئك مبتدأ أصدقاء خبر ومضاف يا متكلم مضاف إليه. These are my brothers and those are my friends. ഇവർ എൻ്റെ സഹോദരന്മാരും അവർ എൻ്റെ കൂട്ടുകാരുമാണ്. ഈസി അല്ലേ? هذا أخي وذلك صديقي എന്ന് പറയുന്ന ആ ഒരു ജുംലയുടെ ജമാണ്. ഓക്കെ അല്ലേ? ഇതിനെ നിങ്ങൾ സെന്റൻസുകളൊക്കെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ മുഫ്രദൊക്കെ എടുത്തു വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ, പ്രാക്ടീസിന് നല്ലതാണത്. മൻ ഉലൈക റിജാലു ത്വിവാലു. മൻ ഇസ്മുൽ ഇസ്തിഫാം, ഉലൈക ഇസ്മുൽ ഇഷാറ. വേറെന്താണ്? വേറെന്തേലും ആണോ? ഇസ്മുൽ ഇഷാറ മുബ്ദൽ മിൻഹു. യെസ്, മുബ്ദൽ മിൻഹു. അർ റിജാലു ബദൽ, മുഷാറിൻ ഇലൈഹി വ ബദൽ.
ഇനി വേറെന്തേലും ആണോ? അരിജാലു മുന്നത്തെ വാക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ശേഷം വരുന്ന വാക്കിലോട്ട് അതെങ്ങനെയാ കണക്ട് ആവുന്നത്? യെസ്, മൗസൂഫ് ആണ്. സോ അരിജാലു മുഷാറിൻ ഇലൈഹി വബദൽ വമൗസൂഫ് അത്വിവാലു സിഫ. ഓക്കെ അല്ലേ? ഹു ആർ ദോസ് ടോൾ മെൻ എന്ന് ചോദിക്കുകയാണ്. ആ ഉയരമുള്ള ആണുങ്ങൾ, പുരുഷന്മാർ ആരാണെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ മുഫ്രദ് എങ്ങനെയായിരിക്കും വരിക? ഈ ചോദ്യം ഒരാളെ കുറിച്ചാ ചോദിക്കുന്നതെങ്കിൽ, ഒരു പുരുഷനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? മൻ ഹാദർ റജുലു, അങ്ങനെയാണോ ചോദിക്കുക? എങ്ങനെയാ ചോദിക്കുക? അതേ ചോദ്യം മുഫ്രദായിട്ട് ചോദിക്കണം, ഒരാളെ കുറിച്ചിട്ടാണ് ചോദിക്കുക. എനിക്ക് ഈ സെയിം ചോദ്യം വേണം. നിങ്ങൾ പലരും പല രീതിക്കുള്ളതാണ് തരുന്നത്. എനിക്ക് ഈ ചോദ്യം മൻ ഉലായിക്ക റിജാലു തുവാലു, റിജാലിന് പകരം റജുൽ, ഒരാളെ കുറിച്ചിട്ടുള്ള ചോദ്യമായിട്ട് എനിക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഈ ചോദ്യം തന്നെ എനിക്ക് നിങ്ങൾ എഴുതി കാണിക്കുക. എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വാക്കുകളല്ല വേണ്ട, ഈ ചോദ്യം തന്നെ എങ്ങനെ വരും എന്നാണ് എൻ്റെ ചോദ്യം. ഒരു കറക്റ്റ് ആൻസർ പോലും വന്നിട്ടില്ല. നിങ്ങൾ പല തരത്തിലുള്ള ആൻസറുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. മൻ ഹാദർ റജുലു, മൻ ഹുവ റജുലു തവീലു, മൻ ഹാദർ റജുലു തവീലു, മൻ ഹാദർ റജുലു തവീലു എന്ന് കുറെ പേര് ഇട്ടിട്ടുണ്ട്. മൻ ഹുവ റജുലു തവീലു, മൻ ഹാദ, എന്താണിത്? മൻ ദാലിക്ക റജുലു തവീലുൻ എന്നോ? അതും തെറ്റാണ്. മൻ ദാലിക്ക റജുലു, അർ റജുലു വേണം. അർ റജുലു അത്തവീലു, അങ്ങനല്ലേ വരിക? ഉലായിക്കയുടെ എല്ലാരും ഹുവാന്നിട്ടതിന്റെ കാരണം എന്താണ്? ഉലായിക്കയുടെ മുഫ്രദ് ഹുവയാണോ അല്ലെങ്കിൽ ഹാദയാണോ? ഓക്കെ, ഉലായിക്കയുടെ മുഫ്രദ് ദാലിക്കയാണ്. റിജാലുന്റെ മുഫ്രദ് റജുലു, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. തിവാലുൻ്റെത് തൊവീലാണ്. അപ്പൊ മൻ ദാലിക്ക റജുലു തൊവീലു, അത് മാരിഫ ആയിട്ടുള്ളതിനെ നിങ്ങൾ മുഫ്രദ് ആക്കുമ്പോൾ അതിനെ നക്കിറയാക്കരുത്. അത് മാരിഫ തന്നെയാണ്. ക്ലിയർ ആണോ? ഓക്കെ. هم أطباء من أمريكا. هم مبتدأ، أطباء خبر من أمريكا جار مجرور متعلق بالخبر. They are doctors from America. അവര് അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ജുംല? അവിടെ ഹും ഹുവയായിട്ട് മാറും മുഫ്രദാക്കുമ്പോ. ഹുവ തൊബീബുൻ മിൻ അമേരിക്ക. من أولئك النساء؟ من اسم الاستفهام، أولئك اسم الإشارة مبدل منه، النساء مشار إليه وبدل. Who are those women? ആ സ്ത്രീകൾ ആരാണെന്ന് ചോദിക്കാണ്. ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി.
ഉമ്മഹാത്തു തോലിബാത്തി ആണോ? ഞാൻ ആ തോലിബാത്തി എന്ന് വായിച്ചു, അതങ്ങനെയാണോ അതോ തോലിബാത്തു ആണോ? എന്താണ് സംഭവം? തീ ആണോ തൂ ആണോ തായാണോ? ഇനി ആണെങ്കിൽ അതെന്തുകൊണ്ട്? തോലിബാത്തു ആണോ തോലിബാത്തി ആണോ തോലിബാത്ത? എങ്ങനെയാണ് അതിന്റെ എൻഡിങ് വരിക? കറക്റ്റ് ആണ്, തീ ആണ്, കാരണം അത് മുദാഫിലേഹി ആണ്, മജ്റൂറാണ്. ഓക്കെ. ഹുന്ന മുബ്തദ ഉമ്മഹാത്തു ഖബർ വ മുദാഫ് അത്വാലിബാത്തി മുദാഫിലേഹി. എന്നാൽ തോലിബാത്തിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മുദാഫിലേഹിക്ക് ശേഷം കുറച്ചുകൂടെ ഒരു ഇൻഫർമേഷൻ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് തോലിബാത്തി അല്ലെങ്കിൽ ഉമ്മഹാത്തി, സോറി ഉമ്മഹാത്തു എന്താണ്? ഉമ്മഹാത്തുവിനെ കുറിച്ച് ആദ്യം പറയൂ, എന്താണ് ഉമ്മഹാത്തു? മുദാഫ എന്ന് പറഞ്ഞു, പിന്നെന്ത് പറയും? ബദല്, മൗസൂഫ്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? മുദാഫ് മുദാഫിലേഹി എന്ന് വിളിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിനെയാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. യെസ്, ജമ മുഅന്നസ് സാലിം. പക്ഷെ ജമ മുഅന്നസ് സാലിം എന്ന് പറയുമ്പോൾ അതിന്റെ ഇറാബും കൂടെ പറയാം, സ്റ്റേറ്റും കൂടെ, അവസ്ഥ കൂടെ പറയാം. ജമ മുഅന്നസ് സാലിം മജ്റൂറോ ഉമ്മഹാത്തു? മൻസൂബോ? എന്താണിത്? ഉമ്മഹാത്തു ജമ മുഅന്നസ് സാലിം മർഫു. നിങ്ങൾ ഇതെല്ലാം മറന്നിട്ട് വന്നിരിക്കുകയാണോ? എന്താണ് അവസ്ഥ? ജമ മുഅന്നസ് സാലിം മർഫു ആണ്. ഓക്കെ. അത്വാലിബാത്തി എന്താണ്? ജമ മുഅന്നസ് സാലിം മജ്റൂർ. കുറെ പേര് ഞാൻ ഉമ്മഹാത്തു എന്താന്ന് ചോദിച്ചപ്പോൾ ബദലോ മുബദൽ മിൻഹുന്നും മൗസൂഫ്ന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുമോ ഇവിടെ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഉമ്മഹാത്തു ത്വാലിബാത്തി എന്ന് പറയുന്നത് ഇദാഫയാണ്, അത് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് ത്വാലിബാത്തി മജ്റൂറാന്ന് നിങ്ങൾ പറയാനുള്ള കാരണം. അങ്ങനെ വരുന്ന ഇദാഫയായിട്ട് നിൽക്കുന്ന ഒരു രണ്ട് ഇസ്മുകളെ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് മൗസൂഫും സിഫയാണ് അല്ലെങ്കിൽ ബദലും മുബദൽ മിൻഹൂന്നും വിളിക്കുക? അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. ഇദാഫ ഇദാഫയാണ്. അതിന് നിങ്ങൾ മുദാഫും മുദാഫിലേഹിന്ന് ആ രണ്ട് നാമങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് നാമങ്ങളെ പിന്നെ മൗസൂഫ് സിഫ ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ രണ്ട് നാമങ്ങളെ മുബദൽ മിൻഹു ബദൽ ആക്കാൻ പറ്റില്ല. അതിനുശേഷം ഒരു ഇസ്മു വന്നിട്ട് അത് ഓക്കെ, ഉമ്മഹാത്തുവിന്റെ ഒരു സിഫ പോലെയൊക്കെ വരികയാണെങ്കിൽ ശരി, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇദാഫയ്ക്ക് സിഫ വരാം. ഇദാഫയ്ക്കാണ് സിഫ വരുന്നത്. അല്ലാതെ ഇദാഫയായിട്ട് ഇരിക്കുന്ന രണ്ട് നാമങ്ങളെ നിങ്ങൾക്ക് ഒരേ സമയം അത് ഇദാഫയാണെന്നും പിന്നെ അത് മൗസൂഫ് സിഫയാണെന്നും അല്ലെങ്കിൽ ബദൽ മുബദൽ മിൻഹു ആണെന്നും പറയാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി, ദേ ആർ ദ മദേഴ്സ് ഓഫ് ദ സ്റ്റുഡൻസ്, ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയാണ്. അവര് വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണെന്നുള്ളത്. ഇതിന്റെ മുഫ്രദ് എങ്ങനെ വരും? ഇതിന്റെ മുഫ്രദ് എങ്ങനെ വരും? ഒരു ഉമ്മയെ കുറിച്ചിട്ട് പറയാണ്, ഒരു മദർ, എങ്ങനെ വരും?
ഉം. ഹിയ ഉമ്മു അത്തോലിബാത്തി, അല്ലെങ്കിൽ ഇനി ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ശരി, ഫൈൻ. ഹിയ ഉമ്മു എന്നാണ് വരുന്നത്. ഓക്കെ. അതേപോലെ ത്വാലിബാത്തുൻ എന്നൊക്കെ ഇട്ടേക്കുന്നു. ഉന്ന് വരില്ല. എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഇറാബ് മാറ്റുന്നത്? എങ്ങനെയാണ് അത് നിങ്ങൾ അതിന്റെ ഡെഫിനറ്റ് മാറ്റുന്നത്? അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതിനെ മുഫ്രദാക്കാൻ പറയുമ്പോൾ മാരിഫ ആയിട്ടുള്ള ഒരു ഇസ്മിനെ നിങ്ങൾ നക്കീറായിട്ട് എഴുതുകയാണ്, അല്ലെങ്കിൽ മർഫു ആയിട്ടുള്ള ഒരു ഇസ്മിനെ നിങ്ങൾ മജ്റൂറാക്കി എഴുതുക. അങ്ങനെ പറ്റില്ല. അതെങ്ങനെയാണ് അതിന്റെ സ്റ്റേറ്റ് മാറുന്നത്? അത് ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത്, അതിന്റെ ഡിങ് എന്താണോ അത് അങ്ങനെ തന്നെ നിൽക്കും. എക്സെപ്റ്റ് നമ്പർ മാത്രമാണ് നമ്മൾ മാറ്റുന്നത്, അല്ലെ? മുഫ്രദാക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്പർ മാത്രമാണ് മാറുന്നത്. അതത് മാത്രമാണ് മാറ്റുന്നത്. അതിന് ബാക്കിയുള്ളതിന് നിങ്ങൾ മാറ്റി എഴുതാൻ പാടില്ല. ക്ലിയർ ആണോ? ഉമ്മുഹായോ? ഉമ്മുഹ അല്ല കേട്ടോ. ഓക്കെ, ഉമ്മു ആണ്. യെസ്. ഹിയ ഉമ്മു ത്വാലിബത്തി എന്ന് പറയാം, ത്വാലിബാത്തി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കുറച്ച് സ്റ്റുഡൻസിന്റെ ഉമ്മ ആകാനും കുഴപ്പമില്ലല്ലോ. രണ്ടും ഓക്കെയാണ്. ഓക്കെ. ആബാഉ ത്വാലിബി ഇൻദൽ മുദീരി. ആബാഉ مبتدا ومضاف، الطالب مضاف إليه، عند المدير ظرف مضاف إليه، شبه جملة خبر. ഓക്കെ ആണോ? ക്ലിയർ ആണോ? തോലിബി എന്നാണോ ഞാൻ വായിച്ചത്? തുല്ലാബി ആണ്. ആബാഉ തുല്ലാബി. آباء الطلاب عند المدير. آباء مبتدا ومضاف، الطلاب مضاف إليه، عند المدير ظرف مضاف إليه، شبه جملة خبر. Fathers of the students are with the headmaster. വിദ്യാർത്ഥികളുടെ ഉപ്പമാര് മുദീറിന്റെ കൂടെയാണെന്ന് പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ. أولئك النساء خالاتك يا തുക്കി യാ മറിയമു. മറിയം ആയതുകൊണ്ട് ഖാലാതു കീ വരും. മറിയമിനോടാണ് ചോദിക്കുന്നത്. أولئك حرف الاستفهام، أولئك اسم الإشارة ومبدل منه، النساء مشار إليه وبدل. خالاتك എന്ന് പറയുന്നത് ഇദാഫയാണ്. മുദാഫ് മുദാഫ് ഇലൈഹി, യാ ഹർഫു നിദ, മറിയമു മുനാദ. ഓക്കെ ആണോ? ആർ ദീസ് വിമൻ യോർ ആൻറ്റ്? ആൻറ്റ്സ് എന്ന് ചോദിക്കുകയാണ് മറിയമിനടുത്ത്. ഈ സ്ത്രീകൾ നിന്റെ ആന്റിമാരാണോ മറിയമേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. ഇത് മുഫ്രദാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കും മറിയമ്മിന്റെ അടുക്കെ? എനിക്ക് ആ ചോദ്യം കംപ്ലീറ്റ് വേണേ. ഹർഫുനിദ മുനാദ ഒഴിച്ചിട്ടുള്ളത് വരെ. യാ മറിയമു വേണ്ട. അതിന് മുന്നേ വരെയുള്ള അത്രയും ഭാഗം എനിക്ക് ചോദ്യമായിട്ട് വേണം. അത് ആക്ച്വലി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അത് എവിടം വരെ ആണ് മുഫ്രദാക്കേണ്ടതെന്ന് അറിയേണ്ടതാണ്. പറയൂ. മുഫ്രദ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കറക്റ്റ് ആൻസറും വന്നിട്ടില്ല.
ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കുകയാണ്. ഇവിടെ സ്ത്രീകളെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഞാൻ മാറ്റുന്നത് ഇപ്പൊ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയെ മാത്രം കുറിച്ചിട്ട് ചോദിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ ആൻസർ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. മീൻസ് കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് ഒരു ആൻസറും വന്നിട്ടില്ല. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് വായിക്കുകയാണെങ്കിൽ, ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എഴുതിയത് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്ന് വാക്കുകൾ എഴുതിയത് ഞാൻ വായിക്കുന്നില്ല. അസാലിക്കൻ നിസാഉ ഖാലതുകി, തിൽക്കൽ മറ ഖാലതി, തിൽക്കൽ മർഅതു ഖാലതുകി, സോറി തിൽക്ക മർഅതു ഖാലതുകി, തിൽക്കൽ ഇംറഅതു ഖാലതുകി, തിൽക്കൽ മർഅതു ഖാലാത്ത്, തിൽക്കൽ മർഅതു ഖാലതുകി, തിൽക്ക ഇംറഅതു ഖാലുക്കി യാ മറിയം, തിൽക്ക നിസാഉ ഖാലുക്കി. ഇതൊക്കെയാണ് വന്നേക്കുന്ന ഉത്തരങ്ങൾ. തിൽക്കൽ ഇംറഅതു ഖാലതുകി, തിൽക്കൽ മർഅതു, അതെനിക്ക് ക്ലിയർ അല്ല ലാസ്റ്റ്. ദാലിക്കൽ മർഅതു ഹാലതുകി, തിൽക്കൽ മർഅതു ഹാലുക്കിയോ, അതാണ് പറഞ്ഞത്. ഒരു കംപ്ലീറ്റ് ആൻസർ എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. തിൽക്കൽ ഇംറഅതു ഖാലതുകി, തിൽക്ക ഇംറഅതു ഹാലുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതിലൊന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. എന്താണ് ഇതിന്റെ മുഫ്രദ് വരിക? പ്രോപ്പർ കറക്റ്റ് ആൻസർ വേണം. ഒന്നെങ്കിൽ നിങ്ങൾ 2 വാക്കുകൾ കറക്റ്റ് ആക്കും, മൂന്നാമത്തെ വാക്ക് തെറ്റിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഉലൈക്കയുടെ മുഫ്രദ് എന്താണ് അവിടെ വരണ്ടേ? കുറെ പേര് ദാലിക്ക പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് ദാലിക്ക വരിക? ഒരു സ്ത്രീയെ കുറിച്ചാ പറയുന്നത്. എങ്ങനെയാ ദാലിക്ക നമ്മൾ കൊടുക്കുക? തിൽക്കയാണ്. ഓക്കെ, ഇനി അന്നിസ ഒന്ന് മാറ്റിക്കേ. കുറെ പേര് ഇമ്രഅതു ഇമ്രഅതു എന്ന് എഴുതി. ആണോ? ആണോ? അൽ മർഅതു വേണ്ടേ? ഇവിടെ അന്നിസാഉ ആണ്, മാരിഫയാണ്. അൽ മർഅതു നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നക്കിറയാണെങ്കിൽ ഇമ്രഅത്തുൻ, അതല്ല മാരിഫയാണെങ്കിൽ അൽ മർഅതു ആണ്. അതങ്ങനെ വരണ്ടേ? അല്ലില്ലാതെയും അല്ലെങ്കിൽ ഇമ്രഅതു എന്നൊക്കെയാണ് കുറെ പേര് എഴുതിയിരുന്നത്. അപ്പൊ അൽ മർഅതു വരണം. ഖാലതുക്കി എങ്ങനെ മാറും? ഖാലതുക്കി എങ്ങനെ മാറും? അതെങ്ങനെയാണ് ഖാലുക്കി ആവുന്നത്? ഖാലുന്നോ? ഖാലതുക്കി എങ്ങനെ മാറും? ഉഖ്തുവോ? മീനിങ്ങേ മാറ്റി. ഖാലത്തിയോ? ഖാലാത്തിന്റെ മുഫ്രദ് എന്താണ്? ആ യെസ്, ഖാലതുക്കി. ഖാലത്തുൻ അല്ലേ? ഖാലാത്തിന്റെ മുഫ്രദ് താ മർബൂത്തയാണ്. ഖാലത്തുൻ എന്ന് പറയുമ്പോൾ താ മർബൂത്തയാണ്. പക്ഷെ നമ്മൾ കാഫ് ചേർക്കുന്ന സമയത്ത് കി ദമീർ ചേർക്കുമ്പോൾ ഖാലത്തു തുറന്നു വരും. അത് ഖാലതുക്കി ആണ്. ആ വാക്ക് എനിക്ക് കിട്ടിയില്ല, പലരും ഇട്ടിട്ടില്ലായിരുന്നു. ഖാലതുക്കി എന്നാണ് വരുന്നത് അല്ലേ? ഖാലുൻ ഖാലത്തുൻ, അമ്മുൻ അമ്മത്തുൻ, അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അത് മുദാഫ് ആകുമ്പോ ഖാലത്തു വരും, ഖാലതുക്കി. ക്ലിയർ ആണോ? എന്തായിരുന്നു ഇവിടെ കൺഫ്യൂഷൻ? അത്രയ്ക്ക് ടഫാണോ ഇത്? തിൽക്കൽ മർഅതു ഖാലതുക്കി യാ മറിയമു, അങ്ങനെ വരണം. അതിന് ഉലായിക്കയ്ക്ക് കുറെ പേര് ദമീറായിട്ടാണ് ചേഞ്ച് ചെയ്തത്. അതെന്താണ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? നിങ്ങൾ നേരത്തെയും ഞാൻ ശ്രദ്ധിച്ചു.
ഇസ്മുൽ ഇഷാറ തരുമ്പോ അതിന്റെ മുഫ്രദ് ചോദിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ദമീർ കൊടുക്കുന്നത്? ദമീറും ഇസ്മുൽ ഇഷാറയും രണ്ടും രണ്ടല്ലേ? ശരിയാണ്, ചില സമയങ്ങളിൽ നമ്മളത് അതും ഇതും എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ ഇവിടെ. ഉലായിക്കയുടെ മുഫ്രദ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഹുവയോ ഹിയയോ ഒക്കെ പറയാൻ പറ്റുമോ? ഉലായിക്ക എന്താണ്? ഇസ്മുൽ ഇഷാറയാണ്. ഹിയയും ഹുവയൊക്കെ എന്താണ്? ദമീറാണ്, ദമായിറാണ്. അതെങ്ങനെ തമ്മിൽ മാച്ച് ചെയ്യിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഞാൻ ഉലായിക്കയുടെ മുഫ്രദ് ചോദിക്കുമ്പോൾ ഉലായിക്കയുടെ മുഫ്രദ് പറയണം. അതൊന്നെങ്കിൽ എന്താണ് എന്താണ് വരിക ഇവിടെ? ഉലായിക്ക ആയതുകൊണ്ട് അത് ബായിദാണോ കരീബാണോ? ലിൽ ബായിദാണോ ലിൽ കരീബാണോ ഉലായിക്ക? കരീബോ? ബായിദാണ് അല്ലേ? ദൂരെയുള്ളതിനെയാണ്. അപ്പം ബായിദിന്റെ മുഫ്രദ് ഏതൊക്കെയാണ്? ദാലിക്ക അല്ലെങ്കിൽ തിൽക്ക. അത് ജിൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുക. ഇവിടെ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാ പറയുന്നത്. അപ്പൊ ദാലിക്ക അല്ല, തിൽക്കയാണ്. ഇനി അത് ഹാഉലായി ആയിരുന്നെങ്കിൽ ഖരീബാണ്. അപ്പൊ അതിന്റെ മുഫ്രദ് എന്ന് പറയുന്നത് എന്താണ്? ഹാദ അല്ലെങ്കിൽ ദാലിക്ക. സോറി, ഹാദ അല്ലെങ്കിൽ ഹാദിഹി. ഇവിടെ ഹാദിഹി വരും ഇനി അതായിരുന്നെങ്കിൽ, മുഅന്നസ് ആയതുകൊണ്ട്, സ്ത്രീയെ കുറിച്ച് പറയുന്നതുകൊണ്ടിട്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇസ്മുൽ ഇഷാറേനെ ദമീറുമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇസ്മുൽ ഇഷാറയാണ്, അസ്മാഉൽ ഇഷാറയാണ്. ദമീർ എന്ന് പറയുന്നത് ദമീർ മുൻഫസിൽ, മുത്തസിൽ, എന്താണ് ഹുവ, ഹുമ, ഹും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചത് ദമീറാണ്. അതും ഇതുമായിട്ട് ഇതാക്കരുത്. കുറേ പേര് അങ്ങനെ പറഞ്ഞു. ക്ലിയർ ആണോ ഇത്? ആക്ച്വലി ഈ കൺഫ്യൂഷൻസ് ഇപ്പൊ വരാൻ പാടില്ലാത്തതാണ്. നമ്മൾ 13ാമത്തെ ലെസണിൽ ഇസ്മുൽ ഇഷാറ, ദമീർ ഇതെല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇസ്മുൽ ഇഷാറയും ദമീറുമായിട്ടൊക്കെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ശരിയല്ല. നിങ്ങൾ പോയി റിവൈസ് ചെയ്യണം, ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ അവര് നിങ്ങളുടെ ആന്റിമാരാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് ലാ ഹുന്ന. അതായത് ഖാലാത്തി ആണോ എന്നാണ് ചോദിച്ചത്. ഖാലാത്തിയുടെ അർത്ഥം എന്താണ്? ഖാലത്തിന്റെ അർത്ഥം എന്താണ്? ആണ്ടാണ്, പക്ഷെ ഏതാണ്ട്? ഖാലയും ആണ്ടാണ്, അമ്മയും ആണ്ടാണ്. ഖാല മെറ്റേണൽ ആണോ? ഖാല പെറ്റേണൽ ആണ്, ഫാദേഴ്സ് ആണ്. യെസ്, ഉപ്പയുടെയാണ്. ഓക്കെ, അതും പഠിച്ചു വെക്കുക. ഖാലയും അമ്മയും അമ്മത്തും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഖാലൂൻ അമ്മുൻ തമ്മിലുള്ള വ്യത്യാസം. ഖാലൂൻ പെറ്റേണൽ ആണ്, അമ്മുൻ മെറ്റേണൽ ആണ്. ഖാലൂൻ ഉപ്പയുടെയും അമ്മുൻ ഉമ്മയുടെയാണ്. ഓക്കെ. അപ്പം അവര് ഹോലാത്താണോ എന്ന് ചോദിച്ചെടുത്ത് ഇവിടെ ഉത്തരം പറയുന്നത് ലാഹുന്ന അമ്മാത്തി എന്നാണ്. ലാ ഹർഫ് ജവാബ്, ഹുന്ന മുബ്തദ, അമ്മാത്തു ഖബർ, വ മുദാഫിയ മുതകല്ലിം മുദാഫ് ഇലൈഹി. നോ, ദേ ആർ മൈ പെറ്റേണൽ ആണ്ട്സ്. സോറി, ഞാൻ നേരത്തെ തിരിഞ്ഞു പറഞ്ഞോ? ഞാൻ അതിന്റെ മീനിങ് തിരിഞ്ഞു പോയോ ലാസ്റ്റ് നേരത്തെ പറഞ്ഞപ്പോ? ഹോലാത്ത് മലയാളം പറഞ്ഞപ്പോ തിരിഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഖാലത്തും അമ്മത്തുൻ അല്ലെങ്കിൽ ഖാലുൻ അമ്മുൻ. ഖാലുൻ എന്ന് പറയുന്നത് മെറ്റേണൽ. നിങ്ങൾ പറഞ്ഞതായിരിക്കും കറക്റ്റ് അല്ലേ? ഞാൻ തിരിച്ച് പറഞ്ഞു എന്ന് എനിക്കൊരു ഡൗട്ട്. ഖാലുൻ എന്ന് പറയുന്നത് മെറ്റേണൽ ആണ്ടും അമ്മുൻ എന്ന് പറയുന്നത് പെറ്റേണൽ ആണ്ടുമാണ്. ഖാലുൻ എന്ന് പറയുന്നത് ഉമ്മയുടെ സഹോദരിയും അമ്മുൻ എന്ന് പറയുന്നത് ഉപ്പയുടെയാണ്. ഓക്കെ, സോറി, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും. ഞാനത് പറഞ്ഞത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, എനിവേസ്, ലാ ഹുന്ന അമ്മാത്തി അനാലിസിസ് കറക്റ്റ് ആണോ? ലാ ഹർഫ് ജവാബ്, ഹുന്ന മുബ്തദ, അമ്മാത്തു ഖബർ, വ മുദാഫ്, യാ മുതകല്ലിം മുദാഫ് ഇലൈഹി. ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. ഹഉലാഇ അത്തിബ്ബാഉ വ ഉലൈക മുഹന്ദിസൂന.
هؤلاء مبتدا أطباء خبر وحرف العطف أولئك مبتدا مهندسون خبر. ഈസി അല്ലേ? ഇതിന്റെ മുഫ്രദ് ഒന്ന് പറഞ്ഞേ. ഇതിന്റെ മുഫ്രദ് ഒന്ന് പറഞ്ഞേ. ഹോൾ ജുംല, രണ്ട് ജുംലയുടെയും കൂടെ പറയണേ ഒരുമിച്ച്. هذا طبيب وذلك مهندس. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ഇവിടെ ഹൗലായി അത്തിബഉ ഔലൈക മുഹന്ദിസൂന എന്ന് പറയുന്നത് ദീസ് ആർ ഡോക്ടേഴ്സ് ആൻഡ് ദോസ് ആർ എഞ്ചിനീയേഴ്സ്. ഇവർ ഡോക്ടർമാരും അവർ എഞ്ചിനീയർമാരും ആണെന്നാണ് പറയുന്നത്. അത്തിബഉനെ കുറിച്ച് നിങ്ങൾ എക്സ്ട്രാ എന്ത് ആ വാക്കിനെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെ പറയും? അത്തിബഉ അനാലിസിസ് അല്ല, അനാലിസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വിശകലനം നമ്മൾ ചെയ്തു, മുബ്തദ ഖബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത്തിബഉ എന്നുള്ള വാക്ക് എന്തൊക്കെ നിങ്ങൾ പറയും? ഫസ്റ്റ് അത് എന്താണെന്ന് പറയുക. എന്താണ്? ജമ തക്സീർ. ഒരാൾ മാത്രമേ പറഞ്ഞോളൂ. ജമ തക്സീർ ആണ്. യെസ്, ജമ തക്സീർ ആണ്. പിന്നെന്ത് പറയും? ജമ തക്സീർ അതിന്റെ ഇറാബ് ഉൾപ്പെടെ പറയാം. നമ്മൾ സാലിമിന്റെ കേസ് പറയുന്ന പോലെയാണ്. ജമ തക്സീർ മർഫു ആണ് അല്ലേ? ഇനി എന്ത് പറയും? ജമ തക്സീർ മർഫു ബദലോ? എനിക്കറിയില്ല നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ബദല് വെറുതെ എല്ലാത്തിലും വിളിക്കുന്നതെന്നുള്ളത്. ഇവിടെ എങ്ങനെയാണ് ഇത് ബദലാവുന്നത്? ഇതിനെ നിങ്ങൾ ഖബർ എന്ന് വിളിച്ച കാര്യമാണ്. മുബത്തദ ഖബർ, മുബത്തദയുമായി ഖബറുമായി ജുംല കംപ്ലീറ്റ് ആയി. ആ മുബത്തദനെയും ഖബറിനെയും പിന്നെ നമുക്ക് ബദൽ മുബദൽ മിൻഹു ആക്കാൻ പറ്റുമോ? ഇനി മാത്രല്ല, ഇനി അങ്ങനാണെങ്കിൽ പോലും ബദൽ മുബദൽ മിൻഹു എങ്ങനെയാണ് നമ്മൾ കാണുക? ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി തന്നെയാണ് നിങ്ങൾ ബദൽ മുബദൽ മിൻഹു എന്ന് വിളിച്ചേക്കുന്നത്. അത് മുഷാറിൻ ഇലൈഹി ആണോ അത്തിബാഉ? ആണോ അല്ലയോ? മുഷാറിൻ ഇലൈഹി ആവണമെന്നെങ്കിൽ എന്ത് വേണം? അല്ല് വേണം. ഇവിടെ അല്ലുണ്ടോ? അതൊരു പോയിന്റ് ആണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി മുബത്തദ ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹൗലായി അത്തിബ ഒരു ജുംലയാണ്, മുബത്തദ ഖബർ ആയി കഴിഞ്ഞു. പിന്നെ ആ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മുബത്തദ ഖബർ എന്ന് പറയുന്നത് തന്നെ സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. മുബത്തദനെ ചേർക്കുന്നതല്ല. മുബത്തദയും ഖബറും രണ്ട് രണ്ട് കാര്യങ്ങളാണ്. മൗസൂഫ് സിഫ അല്ലെങ്കിൽ ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി അല്ലെങ്കിൽ മുദാഫ് മുദാഫ് ഇലൈഹി, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ചാക്കുന്ന നാമങ്ങൾ. ഇതിനെ രണ്ട് തരത്തിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ചാന്ന് നമ്മൾ പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിപ്പോ നിങ്ങൾ മുദാഫ് മുദാഫിലേക്ക് കയറിയിട്ട് മുദാഫ് മുദാഫിലേഹിയുമാണ്, ആ മുദാഫ് മുബത്തദയുമാണ്, ഖബർ
സോറി മുദാഫിലേഹി ഖബറും ആണെന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ അനാലിസിസ് വളരെ സൂക്ഷിച്ച് ചെയ്യുക. ഹൗലായി മുബത്തതയാണ്, അത്തിബഉ ഖബറാണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മൗസൂഫ് സിഫ എന്നോ അല്ലെങ്കിൽ മുദാഫ് മുദാഫിലേഹിന്നോ ബദൽ മുബദൽ മിൻഹുന്നോ വിളിച്ച് കളയരുത് ഇതിനെ. ക്ലിയർ ആണോ? ഓക്കെ, സോ അത്തിബഉനെ കുറിച്ച് പറയുമ്പോൾ ജമ തക്സീർ മർഫൂം, പിന്നെ പറയേണ്ടത് മംനൂ മിന സർഫാണ്. മംനൂ മിന സർഫ് എന്നുള്ള പോയിന്റ് ആണ് ഞാൻ നോക്കുന്നത്. മംനൂ മിന സർഫാണ്. മുഹന്ദിസൂന എന്തൊക്കെ പറയും? ഓക്കെ, സെന്റൻസ് മാറിപ്പോയതാണ്. ഓക്കെ, മുഹന്ദിസൂന എന്താണ്? ജമ മുദക്കർ സാലിം മാത്രം പറഞ്ഞാൽ മതിയോ? ജമ മുദക്കർ സാലിം മർഫു, രണ്ടുപേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജമ മുദക്കർ സാലിം മർഫു, അത് അങ്ങനെ ചേർത്ത് പറയാ, ഇറാബ് ചേർത്ത് പറയാ. ജമ മുദക്കർ സാലിം ഊനയാണ്, വാവാണത്, അത് മർഫു ആണ്. ഒരു ചോദ്യം കൂടെ, അത് മാരിഫയാണോ നക്കിറയാണോ? ഓക്കെ, മാരിഫ എന്ന് പറഞ്ഞവർ നക്കിറ ആകുമ്പോൾ എന്ത് സംഭവിക്കും ഇതിന്? എങ്ങനെയാണത് മാറുക? മാരിഫ എന്ന് പറഞ്ഞവർ ഇതിനെ നക്കിറ ആക്കിയിട്ടെന്ന് പറയോ? എന്റെ ചോദ്യം മുഹന്ദിസൂനെ കുറിച്ചിട്ടാണ്. ഉലായിക്ക പിക്ചറിലേ ഇല്ല. ഞാൻ മുഹന്ദിസൂന എന്നുള്ളൊരു വാക്ക് മാരിഫയാണോ നക്കിറയായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. ഉലായിക്കായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യേ വേണ്ട. മുഹന്ദിസൂന എന്നുള്ളൊരു വാക്ക് എന്താണ്, മാരിഫയാണോ നക്കിറയാണോ എന്നായിരുന്നു ചോദ്യം. മാരിഫ എന്ന് പറഞ്ഞവർ അതിനെ നക്കിറായിട്ടൊന്ന് പറയുമോ എന്നാണ് അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം ഇല്ലാത്ത? ഇത് നക്കിറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഖബർ എന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു. ഇത് ഖബറാണ്. ഖബർ എന്താണ്, മാരിഫയാണോ നക്കിറയാണോ? അതെന്താണ് വിത്തൗട്ട് ഉലായിക്ക ഇറ്റ് ഇസ് നക്കിറ, വിത്ത് ഉലായിക്ക ഇറ്റ് ഇസ് മാരിഫ എന്ന് പറയാൻ കാരണം? അതെനിക്ക് ക്ലിയർ ആയില്ല. ഉലായിക്ക വന്നാൽ അതെങ്ങനെയാണ് മാരിഫയാവുന്നത്? അതെന്താണ് സംഭവം? അതെനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. മുഹന്ദിസൂന നക്കിറയാണ്, അപ്പൊ പിന്നെ അത്തിബാഉ എന്താണ്? ഓക്കെ, ഉലായിക്ക ഉള്ളത് കൊണ്ട് മുഹന്ദിസൂന നിങ്ങൾ മാരിഫ എന്ന് പറയുന്നു. അപ്പൊ അത്തിബാഉ എന്താണ്, മാരിഫയാണോ നക്കിറയാണോ? അവിടെ ഉലായിക്കയുടെ ആവശ്യം പോലും ഇല്ല. ഉലായിക്ക എന്നുള്ളൊരു ചിന്തിക്കണം. നിങ്ങൾ മുസ്ലിമൂന മുഹന്ദിസൂന എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതല്ലേ? ഓക്കെ, അത് പലർക്കും അത് ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇത് മാരിഫ ആവണമെങ്കിൽ അവിടെ അല്ല് വരണം. അൽ മുസ്ലിമൂന, അൽ കാഫിറൂന. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ അല്ലേ? അൽ കാഫിറൂന, അൽ മുസ്ലിമൂന, അൽ മുഹന്ദിസൂന, അല്ലുണ്ടെങ്കിൽ അതിനെ മാരിഫയാക്കാൻ പറ്റുള്ളൂ. ഇത് നക്കിറയാണ്. അൽ മുനാഫിഖൂൻ, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? ഓക്കെ, സോ അല്ല് വേണം അത് മാരിഫയാണെങ്കിൽ. ഒരു റീസൺ അതാണ്, അല്ല് വേണം അത് മാരിഫയാണെങ്കിൽ. അങ്ങനെയാണ് ജമ മുദക്കർ സാലിമിന്. അല്ലാതെ നമ്മൾ തൻവീനൊന്നും ഇട്ട് കൊടുക്കില്ല. ഊന ഊന ഈന ഈന. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. ജമ മുദക്കർ സാലിമിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറയുന്നത്. നിങ്ങൾ വേറെ നാമങ്ങളുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ജമ മുദക്കർ സാലിമിനെ കുറിച്ചിട്ടാണ്.
ഓക്കെ. ജമ മുദക്കർ സാലിം, മുഹന്ദിസൂന, മുസ്ലിമൂന, അല്ലെങ്കിൽ കാഫിറൂന, മുനാഫിഖൂന എന്നൊക്കെ പറയുന്നത് എന്താണ്? നക്കിറയാണ്. അതിനെ മാരിഫയാക്കുന്നത് അൽ ആഡ് ചെയ്തിട്ടാണ്. അൽ മുസ്ലിമൂന, അൽ മുഹന്ദിസൂന, അൽ കാഫിറൂന, അൽ മുനാഫിഖൂന. ക്ലിയർ ആണോ? അതിനി മജ്റൂറിലാണെങ്കിലും മൻസൂബിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിമീന അൽ മുസ്ലിമീന, മുഹന്ദിസീന അൽ മുഹന്ദിസീന. അപ്പൊ മുഹന്ദിസൂന എന്താണ്? ഉലായിക്ക നോക്കിയാലും ഇല്ലേലും നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റണ്ടേ? അത് നക്കിറയാണ്. ഇനി ഉലായിക്ക ഉണ്ടായാലും അവിടെ എന്താണ് ഉലായിക്ക? ഉലായിക്ക എങ്ങനെയാണ് മുഹന്ദിസൂനയുടെ ഡീനെ എഫക്ട് ചെയ്യുന്നത്? അതെങ്ങനെ എഫക്ട് ചെയ്യും? അതെനിക്ക് ക്ലിയർ ആയില്ല. എങ്ങനെയാണ് നിങ്ങൾ അത് ഉലായിക്ക ഉള്ളത് കൊണ്ട് അത് മാരിഫ എന്ന് പറയാൻ പറ്റുന്നത്? ഉലായിക്ക എന്താണ്? മുഹന്ദിസൂന എന്താണ് ഈ ജുംലയില്? മുബത്തദയും ഖബറുമാണ്. ഹൗലായി അത്വിബാവും മുബത്തദയും ഖബറുമാണ്. ഖബർ എന്താണ് മോസ്റ്റ്ലി? നക്കീറയാണ് അല്ലേ? ഹാദ ഖലമുൻ, ഹാദ കിതാബുൻ, ദാലിക ഖലമുൻ, ദാലിക കിതാബുൻ. എന്താണ് കിതാബുന്റെയും കലമുന്റെയും ഡെഫിനിറ്റി? അവിടെ ഹാദയും ദാലിക്കൊക്കെ വന്നുകൊണ്ടിട്ട് അത് മാരിഫയായോ? എനിക്കത് നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ പ്രശ്നമാണത്. നമ്മളിതെല്ലാം പഠിച്ചു പോയ കാര്യങ്ങളാണ്. അതിന്റെ ജമ്മാണിത്. അവിടെ ഹാദ വന്നതുകൊണ്ട് കലമുൻ മാരിഫ നമ്മൾ പറയോ? അതെപ്പോഴാണ് നമ്മൾ കലമുൻ മാരിഫ എന്ന് പറയുക? അൽ കലമു, ഹാദൽ കലമു. അത് വ്യത്യാസമാണ്. അത് മുബ്തദ ഖബർ അല്ല. ഖബർ ഈസ് നക്കിറ. മോസ്റ്റ്ലി നക്കിറായിട്ട് പഠിച്ചു വെച്ചേക്കുന്ന കാര്യമാണ് ഖബർ. അത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ അത് മാരിഫയായിട്ട് കാണും. അപ്പൊ അത് ഹാദ വന്നതുകൊണ്ട് കലമുൻ മാരിഫയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഇവിടെ. ഹൗലായി അത്വിബാഉ ആണെങ്കിലും ശരി, മുഹന്ദിസൂന ആണെങ്കിലും ശരി, അത് നക്കിറയാണ്. ഫസ്റ്റ് ആൻസർ ഖബറാണ്. സെക്കൻഡ് ആൻസർ അതിന് അല്ലില്ല. അതാണ് ബേസ്. ബേസിക്കലി ആ വേർഡ് കണ്ടാൽ അത് അല്ലില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇത് രണ്ടും നിങ്ങൾക്ക് കൂട്ടി വായിച്ചാൽ അത് മാരിഫ അല്ല, അത് നക്കിറയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ക്ലിയർ ആണോ? മുഷാറിൻ ഇലൈഹിക്കാണ് അല്ല് വരുന്നതും അത് മാരിഫ ആവുന്നതും. ക്ലിയർ എല്ലാവർക്കും? ഓക്കെ, ഇത് ഫിക്സ് ചെയ്ത് പോണേ. എനിക്ക് ആക്ച്വലി ഈ പാർട്ട് വളരെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പോകുന്നത്. ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഇത് അനലൈസ് ചെയ്ത് പോകാവുന്ന പാർട്ടാണ്. പക്ഷെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഫിക്സ് ചെയ്യണം നമ്മൾ. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് അതിന്റെ മുഫ്രത്തും ഇതൊക്കെ ചോദിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാനോ പേടിപ്പിക്കാനോ അല്ല. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അടുത്ത ജുംല. ഹഉലാഇ റിജാലു ഫുഖറാഉ, സോറി, ഹഉലാഇ റിജാലു ഫുഖറാഉ വ ഉലൈക അഗ്നിയാഉ. രണ്ട് ജുംലയാണ്. ഹൗലായി എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന യെസ് എല്ലാ കാര്യങ്ങളും. മുബത്തദ മുഷാറിനിലേഹി അല്ല കേട്ടോ, അത് തെറ്റി. എല്ലാ കാര്യങ്ങളും പറയാ. അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ മുബത്തദ പിന്നെ ഇസ്മുൽ ഇഷാറ പിന്നെ അത് അങ്ങനെയല്ല, ഒരുമിച്ച് തന്നെ പറയാ. എന്തൊക്കെയാണത്? മുബത്തദ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അതെന്താണ്? ഇസ്മുൽ ഇഷാറയാണ്. യെസ്, മുബത്തദയാണ്. മുബദൽ മിൻഹു ആണ്. ഇത്രയും കാര്യങ്ങൾ. മുഷാറിനിലേഹി ഇസ്മുൽ ഇഷാറൻ തിരിഞ്ഞു പോരുത്. അത് മുഷാറിനിലേഹി അല്ല. ഹഉലാഇ ഇസ്മുൽ ഇഷാറ, മുബത്തദ വ മുബദൽ മിൻഹു. അർ റിജാലു എന്തൊക്കെയാണ്?
മുഷാരിനിലേഹി ഖബറോ? ഇതാണ് പ്രോബ്ലം. സൂക്ഷിച്ചു നോക്കുക, ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഖബറിന് വിളിക്കുക? മുഷാരിനിലേഹി വ ബദലാണ്. മുഷാരിനിലേഹി ഖബറോ? ഇതൊക്കെ നിങ്ങളുടെ ബേസിസ് ശരിയല്ല കേട്ടോ. ഫൗണ്ടേഷൻ നിങ്ങൾ പോയി ഫ്രം സ്റ്റാർട്ട് റിവൈസ് ചെയ്യേണ്ടി വരും. ഇത് തെറ്റിച്ച് പറയുന്നവരെ. ഇതിനെ ഖബർ എന്നും മുഷാരിനിലേഹി എന്ന് വിളിക്കുന്നവര്. അർറിജാലു മുഷാരിനിലേഹി വ ബദൽ. ഫുഖറാഉ എന്താണ്? ഖബറാണ്. ഫുഖറാഉ ഖബറാണ്. വ ഹർഫുൽ അത്തഫ് ഉലൈക മുബ്തദ അഗ്നിയാഉ ഖബർ. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അൽഹംദുലില്ലാ. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫുഖറാഊനെ കുറിച്ചിട്ട് പറയൂ. അല്ല, ഇനി ഫസ്റ്റ് അർ റിജാലുവിനെ കുറിച്ച് പറയൂ. അർ റിജാലു എന്താണ് സംഭവം? അർ റിജാലു അനാലിസിസ് അല്ല, അനാലിസിസ് നമ്മൾ കഴിഞ്ഞു. ഈവൻ അനാലിസിസിന്റെ കൂട്ടത്തിൽ തന്നെയും നിങ്ങൾക്ക് ചേർക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അർ റിജാലു എന്താണ്? യെസ്, ജമ തക്സീർ മർഫു ആണ്. കറക്റ്റ് ആണ്. ജമ തക്സീർ മർഫു ആണ്. മാരിഫയാണോ നക്കീറയാണോ? മാരിഫയാണ്. ഓക്കെ. നക്കീറയോ? അർ റിജാലുവോ? അർ റിജാലു മാരിഫയാണ്. ഫുഖറാഊനെ കുറിച്ച് പറയൂ. ഫുഖറാഉ എന്താണ്? ഫുഖറാഊനെ കുറിച്ച് പറയൂ. ജമ തക്സീർ ജമ മുദക്കർ സാലിമോ? ഫുഖറാഉവോ? ജമ തക്സീർ മർഫു മാരിഫയാണോ നക്കീറയാണോ? നക്കീറയാണ്. മാരിഫ എന്ന് പറഞ്ഞവർ എവിടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ മാരിഫ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഫുഖറാഉ നക്കീറയാണ്, പക്ഷെ തൻവീൻ ഇല്ല. കാരണം മംനൂ മിന സർഫ്. ഓക്കെ. അഗ്നിയാഊനെ കുറിച്ച് പറയൂ. ജമ തക്സീർ മർഫു മാരിഫയാണോ നക്കീറയാണോ? ആൻഡ് നക്കീറയാണ്. യെസ്. മംനൂ മിന സർഫ്. ക്ലിയർ ആണോ? ഓക്കെ. ദീസ് മെൻ ആർ പുവർ ആൻഡ് ദോസ് ആർ റിച്ച് എന്ന് പറയാണ്. ഈ പുരുഷന്മാര് എന്താണ് പാവപ്പെട്ടവരും അവര് ധനികരുമാണെന്ന് പറയാണ്. ക്ലിയർ ആണോ ആ ജുംല? ഇതിനെ മുഫ്രദാക്കുകയാണെങ്കിൽ ഹാദ റജുലു ഫഖീറുൻ വദാലിക ഗനിയുൻ എന്ന് പറയും. ക്ലിയർ? ഓക്കെ. ഉലൈക തുല്ലാബു ضിയാഫുൻ. ഉലൈക മുബ്തദ
എന്തൊക്കെ പറയാം അതിനെ കുറിച്ച്? ഉലൈക ഇസ്മുൽ ഇഷാറ മുബദൽ മിൻഹു മുബ്തദ അത്തുല്ലാബു അത്തുല്ലാബു മുഷാരിൻ ഇലൈഹി വബദൽ ദിഅഫുൻ ഖബറാണ്. യെസ്, ഖബർ. ഇനി അത്തുല്ലാബുവിനെ കുറിച്ച് പറയും. അത്തുല്ലാബുവിനെ കുറിച്ച് പറയൂ. ജമ തക്സീർ, മർഫു, മാരിഫയാണോ നക്കീറയാണോ? മാരിഫ. ദിആഫുൻ ദിആഫുൻ എന്താണ്? ജമ തക്സീർ മർഫു നക്കിറ. ക്ലിയർ ആണോ? ദോസ് സ്റ്റുഡൻസ് ആർ വീക്ക് എന്ന് പറയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്താണ് ആ വിദ്യാർത്ഥികള് വീക്ക് ആണെന്ന് പറയാണ്. എന്താണ് ദുർബലർ? വേറെ എന്താണ് വേറെ പറയാനുണ്ടോ വാക്കതിന് വീക്ക് എന്നുള്ളത്? അത് തന്നെയല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. മൻ ഉലൈക റിജാലു, മൻ ഇസ്മുൽ ഇസ്തിഫാം, ഉലൈക ബലഹീനർ. ഓക്കെ, ബലഹീനർ എന്നാണ്. ഓക്കെ. ദായിഫുനാണ്. യെസ്, മുഫ്രദ് ദായിഫുനാണ്, വീക്ക് എന്നുള്ളതാണ്. മൻ ഉലൈക റിജാലു, മൻ ഇസ്മുൽ ഇസ്തിഫാം, ഉലൈക റിജാലു ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി അല്ലെങ്കിൽ മുബദൽ മിൻഹു ബദൽ. ഹു ആർ ദോസ് മെൻ? ആ പുരുഷന്മാർ ആരാണെന്ന് ചോദിക്കുകയാണ്. ഹും വുസറാഉ, ഹും മുബ്തദ, വുസറാഉ ഖബർ. ദേ ആർ മിനിസ്റ്റേഴ്സ്. വസീറിന്റെ ജമാണ്. സോറി, ദീസ് അല്ല, ദേ ആർ മിനിസ്റ്റേഴ്സ്. അവർ മന്ത്രിമാരാണ് എന്ന് പറയാണ്. ഉസറാഉ എന്താണ് പ്രത്യേകത? ഉസറാവുനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖബറാണ്. വേറെന്തൊക്കെ പറയാം? ജമ തക്സീർ മർഫു മംനൂ മിന സർഫ്. യെസ്, നക്കിറയാണ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതോ ഇപ്പോഴും ക്ലിയർ അല്ലാത്ത രീതിയിൽ നിൽപ്പുണ്ടോ? ക്ലിയർ, അൽഹംദുലില്ലാ. ഓക്കെ, ഇത് എക്സസൈസ് ഈസിയാണ്. മുഫ്രദിനെ ജമ ആക്കാന്നുള്ളതാണ്. ദാലിക റജുലു മുദരിസുൻ, ദാലിക്കനെ ജമ ആക്കുമ്പോൾ ഉലായിക്ക. റജുലു എന്താകും? അർരിജാലു. മുദരിസുൻ എന്താകും? മുദരിസൂന ആകും. മൻ ദാലിക്കൽ ഫത, മൻ മന്നായിട്ട് തന്നെ നിൽക്കും. ദാലിക്ക എന്താകും? ഉലായിക്ക വരും. അൽ ഫത എന്താകും? അൽ ഫത എന്താകും?
അൽ ഫിത്യത്തു. ഫതയാത്തു അല്ല, അൽ ഫത്ത മുഅന്നസാണോ? അൽ ഫിത്യത്തു. ഓക്കെ. മൻ ഉലൈക്കൽ ഫിത്യത്തു. മിൻ ഐന ദാലിക്കൽ മുദരിസു. മിൻ ഐന അങ്ങനെ തന്നെ നിൽക്കും. ദാലിക്കൽ മുദരിസു എങ്ങനെ മാറും? ഉലൈക്കൽ മുദരിസൂന. നാ കൊടുക്കണ എൻഡിങ് ഉലൈക്കൽ മുദരിസൂന. തിൽക്കൽ ഫതാത്തു ബിന്തു ത്വബീബി. ഇതെങ്ങനെ മാറും? തിൽക്കൽ ഫതാത്തു ബിന്തു ത്വബീബി. തിൽക്ക മാറുവോ? മാറുമെങ്കിൽ എന്തായിട്ട് മാറും? ഉലൈക്ക. ഓക്കെ. അൽ ഫതാത്തു. അൽ ഫതാത്തു എന്താണ്? അൽ ഫതാത്തു അൽ ഫതയാത്തു ആണ്. അത് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ പലർക്കും. അൽ ഫതയാത്തു ആണ്, അത് പഠിക്കണേ. ഫത്തന്റെയും ഫത്താത്തുന്റെയും ജമ. ഫത്തൻ ഫിത്യത്തുനും ഫത്താത്തു ഫതയാത്തു ആണ്. തിൽക്കൽ ഫതയാത്തു ബിന്തു എന്താകും? ബനാത്തു ത്വബീബിയാകും. ക്ലിയർ ആണോ? ഹാദ ത്വാലിബു മിൻ ഇംഗൽറ്ററ എങ്ങനെ മാറും? ഹഉലാഇ അത്തുല്ലാബു ആകും. ഹഉലാഇ തുല്ലാബു മിൻ ഇംഗൽറ്ററ വദാലിക മിൻ ഫിറൻസ എങ്ങനെ മാറും? ഉലൈക. ഹഉലായിയോ? ഉലൈക. വഉലൈക മിൻ ഫിറൻസ. അമുസ്ലിമുൻ ദാലിക്കൽ മുഹന്ദിസു എങ്ങനെ മാറും? ഇത് ചില ബുക്കുകളിൽ അസാലിക്കൽ മുഹന്ദിസു മുസ്ലിമുന്നും കാണും കേട്ടോ. രണ്ട് രീതിയും കറക്റ്റ് ആണ്. എങ്ങനെ മാറ്റും? മുസ്ലിമൂന ദാലിക്കൽ മുഹന്ദിസു എങ്ങനെയാകും? ഉലൈക്കൽ മുഹന്ദിസൂന. ഇത് തിരിഞ്ഞിട്ടുള്ള ഇതാണെങ്കിൽ ഉലൈക്കൽ മുഹന്ദിസൂന മുസ്ലിമൂന എന്നാകും. അല്ലെങ്കിൽ മുസ്ലിമൂന ഉലൈക്കൽ മുഹന്ദിസൂന. ഓക്കെ. ഹാദിഹിൽ മർഅതു മുമരിദത്തുൻ വതിൽക തബീബത്തുൻ എങ്ങനെ മാറും? ഹഉലാഇൻ നിസാഉ. അന്നിസാഉ ആണ്. യെസ്. ഹഉലായിക്കയോ? അതെന്താണ്? അതേതൊരു ഇസ്മുൽ ഇഷാറയാണ്? ഹഉലായിക്ക. ഹഉലാഇ അന്നിസാഉ മുമരിദത്തുൻ എന്താകും? മുമരിദത്തുൻ. യെസ്. ഹഉലാഇൻ നിസാഉ മുമരിദത്തുൻ. വതിൽക തബീബത്തുൻ എന്താകും? ഉലൈക. ഹൗലായി അല്ലല്ലോ. അതെങ്ങനെയാണ് തിൽക്ക ഹൗലായി ആവുന്നത്? ഇസ്മുൽ ഇഷാറ നിങ്ങൾ തറോ ആക്കണേ. തിൽക്ക ഉലൈക ത്വബീബാത്തുൻ. മൻ ഹാദൽ വലദു ത്വവീലു എങ്ങനെ മാറും? മൻ
ഹൗലാഇ അല്ലു വേണേ. ഔലാദു എന്ന് പറഞ്ഞാൽ പറ്റില്ല. അൽ ഔലാദു ആണ്. മൻ ഹൗലാഇൽ ഔലാദു അത്തിവാലു ആണ്. വേറെന്തുവാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. തൗലൂന്നോ? അത്തിവാ അത്തവീലു. ആ സോറി, അത്തിവാലു. അത്തിവാലു. തൗലു എന്ന് എഴുതിയേക്കുന്നു, അത് തെറ്റാണ്. തൗലു അല്ല, തവീലിന്റെ ജമ തിവാലാണ്. മൻ ഹഉലാഇൽ ഔലാദു തിവാലു. ക്ലിയർ ആണോ? തിൽക്കൽ ഫതാത്തു സഗീറത്തു ഉഖ്തു ഹാമിദിൻ എങ്ങനെ മാറും? തിൽക്ക, ഓക്കെ. ഉലൈക അൽ ഫതാത്തു അൽ ഫതയാത്തു അസ്സഗീറത്തു ഉലൈക്കൽ ഫതയാത്തു അഖ്വാത്തുന് മുന്നേ ഒരു വേർഡും കൂടി ഇല്ലേ, അത് മിസ്സായി. ആ അസ്സിഗാറു. സിഗാറുൻ വരില്ല. തൻവീൻ എങ്ങനെ കൊടുക്കുക? മാരിഫയല്ലേ? ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്ക് എഴുതുമ്പോ. അസ്സിഗാറു ആണ്. ഉലൈക്കൽ ഫതയാത്തു സിഗാറു. അസ്സിഗാറു ഉഖ്തു ഹാമിദിൻ എങ്ങനെ മാറും? ഉഖ്തു അഖവാത്തു ഹാമിദിൻ. ക്ലിയർ ആണോ? അഖവാത്തു ആണ്. തിൽക്കൽ മർഅതു ഉമ്മു ത്വാലിബതി എങ്ങനെ മാറും? ഉലൈക്കൻ നിസാഉ ഉലൈക്കൻ നിസാഉ ഉമ്മഹാത്തു. യെസ്, ഉമ്മഹാത്തു ത്വാലിബാതി. യെസ്, അത്വാലിബാതി. അത്വാലിബാതി വരും. ഓക്കെ, അവിടെ അത്വാലിബാതി മാറ്റണം. അത്വാലിബാതി മാറ്റണം. വൈ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വൈ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയൂ. മദേഴ്സ് ഓഫ് ദ സ്റ്റുഡന്റ് എന്ന് പറയോ? ആ വിദ്യാർത്ഥിയുടെ ഉമ്മമാരെന്ന് പറയോ? അല്ല, ഇദാഫ അല്ല. അവിടെ സെൻസ് ഉണ്ടാക്കുവോ? വിദ്യാർത്ഥിയുടെ ഉമ്മമാരാണത് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇദാഫ അല്ല റീസൺ. ഇദാഫ അങ്ങനെ റീസൺ ആവില്ലല്ലോ. നമുക്ക് ജെൻഡറും നമ്പറും മാച്ച് വരണം എന്നില്ലല്ലോ. ഇദാഫയ്ക്ക് ഡിങ് മാച്ച് ചെയ്യണോ? നമ്മൾ മുന്നേ എല്ലായിടത്തും മാറ്റിയിട്ടില്ല. കെസ്റയോ? വൈ കെസ്റ? ആ ഉമ്മ ത്വാലിബാത്തിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? അത് യെസ്, ഇദാഫയാണ്. ഉമ്മ ത്വാലിബത്തി. ഉമ്മ ത്വാലിബത്തി ഇതാണ്, ഇദാഫയാണ്. മദർ ഓഫ് ദ സ്റ്റുഡന്റ്, വിദ്യാർത്ഥിയുടെ ഉമ്മ. അത് നമ്മൾ ജമ ആക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ ഉമ്മമാരെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരെന്ന് തന്നെ പറയണ്ടേ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഉമ്മഹാത്തു ത്വാലിബാത്തി എന്ന് വരുന്നത്. ഓക്കെ, ത്വാലിബാത്തി വന്നത് എന്തുകൊണ്ടിട്ടാണെന്നുള്ള ചോദ്യമാണെങ്കിൽ യെസ്, കെസ്ര വന്നത് മജ്റൂറാണ്, മുദാഫിലിഹി ആയതുകൊണ്ടിട്ടാണ്. ക്ലിയർ ആണോ? ذلك الرجل تاجر كبير من المملكة العربية السعودية. സൗദി അറേബ്യ ആണ് ബേസിക്കലി ആ ലാസ്റ്റ് പറഞ്ഞ ഭാഗം. ഓക്കെ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആണ്. ഓക്കെ, മാറ്റിക്കോളൂ.
ذلك الرجل تاجر كبير. ബാക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും എങ്ങനെയാ മാറുക? ഉലായിക്ക ഉലായിക്കർ റിജാലു. ഉലായിക്കർ റിജാലു എങ്ങനെ മാറും? ഉലായിക്കർ റിജാലു തുജാറുൻ. തുജാറുൻ ഉലായിക്കർ റിജാലു തുജാറുൻ കിബാറുൻ. യെസ്, കബീറുന്റെ ജമ കിബാറുൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളുടെ വാക്ക് എന്താണോ അതനുസരിച്ച് മാറ്റുക. ഓക്കെ, അതിന്റെ ജമ കൊടുക്കുക. വാക്ക് ഏതാണോ അതിന്റെ ജമ കൊടുത്താൽ മതി. ഓക്കെ, അൽഹംദുലില്ലാ, എക്സസൈസ് കഴിഞ്ഞ് ഈ എക്സസൈസ് ജാലിക്ക തിൽക്ക ഉലായിക്ക എന്നുള്ളത് വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിത് ഹദിഹി ഹൗലായി വെച്ച് ചെയ്തതാണ്. അതേപോലെ വാക്കനുസരിച്ച് നോക്കിയിട്ട് അത് ദാലിക്കയാണോ തിൽക്കയാണോ ഉലായിക്കയാണോ എന്ന് കൊടുക്കുക. ത്വാലിബുൻ എന്തായിരിക്കും? ദാലിക്ക ഓർ തിൽക്ക ഓർ ഉലായിക്ക? ത്വാലിബുൻ. ഇവിടെ ഹാദ ഇല്ല, ഈ 3 ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഹാദ പറയുന്നത്? ദാലിക്ക തിൽക്ക ഉലായിക്ക. ദാലിക്കയാണ്. തുജാറുൻ ഉലായിക്ക. മുദരിസാത്തുൻ ഉലായിക്ക. طبيبة جديدة طبيبة جديدة എന്താണ്? തിൽക്ക. ഉമ്മഹാത്തു ത്വാലിബാത്തി ഉലായിക്ക. ആബാഉ ത്തുല്ലാബി ഉലായിക്ക. ഫല്ലാഹുൻ ذلك. ഉമ്മു മുഹമ്മദിൻ തിൽക്ക. صديقي ذلك. നിങ്ങൾ മൊത്തം വാക്ക് എഴുതിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡി എന്നും ടി എന്നും യു എന്നൊക്കെ ഇട്ടാലും മതി. ഓക്കെ. അഖവാത്തി 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 എന്താണ്? തിൽക്കയോ ഉലായിക്ക? ജമ അല്ലേ? ഇഖ്വതി ഇഖ്വതി തിൽക്കയാണോ? ഇഖ്വതി എന്താണ്? തിൽക്കയാണോ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇഖ്വത്തുൻ എന്താണ്? ഇഖ്വത്തുൻ ജമ അല്ലേ? അഖുന്റെ ഉഖ്തുൻ അല്ലേ മുഅന്നസ് വരിക? അപ്പൊ ഉഖ്തുനാണ്. ഉഖ്തി എന്ന് പറയുകയാണെങ്കിൽ തിൽക്കയാണ്. ഇത് ഇഖ്വത്തിയാണ്. ഇഖ്വത്തിയുടെ മുഅന്നസ് വരുമ്പോ അഖവാത്തിയുമാണ്. അപ്പൊ അത് നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇഖ്വത്തി കണ്ടാൽ അത് തിൽക്കയാന്ന് പറയരുത്, അത് ഉലായിക്കയാണ്, ആണുങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതും നിങ്ങൾ വൊക്കാബുലറി പഠിച്ചിരിക്കുന്നുണ്ട്. ഇത് എളുപ്പമാണ്. ഉമ്മുന്റെ ജമ, ഇതിന്റെയൊക്കെ ജമ എഴുതാൻ പറഞ്ഞേക്കാണ്. ഉമ്മുന്റെ ജമ എന്താണ്? ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതുമാണ് ലെസൺ. ഉമ്മഹാത്തോൻ. അബുൻ ആബാഉൻ ഇമ്രഅത്തുൻ
نساء. عمة. عمات. ضعيف. ضعاف. ضيوف വേറെയാണ്. രണ്ടും രണ്ട് അർത്ഥമാണ്. അത് ദൈഫിന്റെ ആണ് ജമ, ഗസ്റ്റ് എന്നുള്ളത്. ഇത് ദഈഫുനാണ്, വീക്ക്. ഇത് ദിആഫുൻ ആകും ഇതിന്റെ ജമ. ഓക്കെ. വസീറുൻ. ഉസറാഉൻ ആണോ? ഉസറാഉൻ ആണോ? ഉസറാഉൻ ആണോ? അല്ല. ഓക്കെ. ഉസറാ ഊ ആണ്. മംനൂ മിന സർഫാണ്, തൻവീൻ ഇല്ല. ഓക്കെ. ഇസ്മുൻ. അസ്മാഉൻ. ഓക്കെ. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഹാവ് നോ തൻവീൻ. ഇവിടെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ബ്രോക്കൺ പ്ലൂറൽ പാറ്റേൺസ് ദാറ്റ് ഹാവ് നോ തൻവീൻ. ജമ തക്സീർ, തൻവീൻ എടുക്കാത്തത്. ഇതിപ്പോ ഇതിന് നിങ്ങൾക്ക് പേരറിയാം അല്ലേ? മംനൂ മിന സർഫായിട്ട് വരുന്ന കുറച്ച് ജമിന്റെ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. അസ്ദിഖാഉ, അഗ്നിയാഉ, അഖ്വിയാഉ, അത്തിബ്ബാഉ, ഫുഖറാഉ, ജുമലാഉ, വസറാഉ, ഉലമാഉ. ഓക്കെ. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോകുന്ന അനുസരിച്ച് നമുക്ക് തറവാക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുത്തിയിരുന്ന് മംനുമിന സർഫിന്റെ ലിസ്റ്റ് ഒന്നും കാണാൻ പഠിക്കണ്ട. ഇപ്പൊ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടില്ലേ, അതൊക്കെ മനസ്സിൽ വെക്കുക. അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ്, അതിന്റെ മുഫ്രദും ജമും തന്നേക്കാണ്. മുദക്കറും മുഅന്നസും ഉണ്ട്. ദാലിക ത്വാലിബുൻ, ഉലൈക തുല്ലാബുൻ, തിൽക ത്വാലിബത്തുൻ, ഉലൈക ത്വാലിബാത്തുൻ. യെസ്, ഇതെല്ലാം മംനുമിന സർഫാണ്. നിങ്ങൾക്ക് സ്കെയിൽ തന്നതല്ലേ, പാറ്റേൺ തന്നതല്ലേ, ആ പാറ്റേണിൽ വരുന്നതാണ്. പാറ്റേൺസിൽ. ഓക്കെ. ഇതെല്ലാം മംനുമിന സർഫാണ്. ഈ കൊടുത്തേക്കുന്ന 8 മംനുമിന സർഫാണ്. ആൻഡ് ഇതാണ് ഫെയിലാണ്. മുഹമ്മദുൻ ദഹബ. ഇനി മുഹമ്മദ്, ഹാമിദ്, അലി എന്നൊക്കെ ചേർത്ത് പറയുകയാണെങ്കിൽ ദഹബു. മറിയമു ദഹബത്ത്. കുറെ സ്ത്രീകൾ വരികയാണെങ്കിൽ ദഹബിന. ഇതിനി നമ്മൾ ജുംല ഫെയിലി ആയിട്ട് എഴുതുകയാണെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഏത് വേർബ് വരും, ഏത് ക്രിയ വരും? ഏതാണ് ഫെയില്? ഇതിപ്പോ ജുംല ഇസ്മിയാണ്. ഇവിടെ ദഹബ മുഹമ്മദുൻ വഹാമിദുൻ അലിയുൻ വരും. ഇതോ, ഇത് ജുംല ഫെയിലി ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? മറിയമു വ ആമിനത്തു വ ഫാത്തിമത്തൂന്, ഈ ഒരു ജുംലേന് ദഹബത്ത് വരും. ദഹബത്ത് മറിയമു വ ആമിനത്തു വ ഫാത്തിമത്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതേസമയം ജുംല ഇസ്മി ആയിട്ട് എഴുതുമ്പോൾ നമ്പറും ജെൻഡറും മാച്ച് ചെയ്യേണ്ടത് കൊണ്ട് ആ രീതിക്കുള്ള ക്രിയ വേർബ് ഫെയിൽ എഴുതും. ലാസ്റ്റ് വേർഡ്സ് ആണ്. അഗൈൻ വീണ്ടും ഇതൊക്കെ തന്നെയാണ്. ദഈഫുൻ, ദഈഫത്തുൻ ആണ് മുഅന്നസ്, അതിന്റെ ജമ ദിയാഫുൻ. ഉമ്മുൻ, ഉമ്മഹാത്തുൻ. അബുൻ, ആബാഉൻ. ഖവിയ്യുൻ, അഖ്വിയാഉ, നമ്മൾ നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. ആലിമുൻ, ഉലമാഉ, അതും നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ മീനിങ് നിങ്ങൾക്ക് അറിയാലോ. അൽഹംദുലില്ലാ, ലെസൺ കഴിഞ്ഞ് ഡൺ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ലെസൺ വൊക്കാബുലറി ഇട്ട് തരാം. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ഇല്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമുക്കിത് കുറച്ചുകൂടെ പ്രാക്ടീസ് ആവും. നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെസണുകളൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വീക്ക് ഇതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. ആൻഡ് ലെസൺ 14 റെഡി ആയിരിക്കുക. ടൈം കിട്ടുന്ന അനുസരിച്ച്. ഇതിനകത്ത് പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ പോയി പഴയത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടല്ലോ, നോട്ട്സ് വെച്ചെങ്കിലും റിവൈസ് ചെയ്യുക.
സെന്റൻസ് അനാലിസിസ് ഒക്കെ പറ്റുന്ന ടൈമിൽ ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് കാണാവേ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.